Hi friends, welcome back to our channel. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കോയ പവർ സ്റ്റിയറിംഗും ടവേരയുടെ പവർ സ്റ്റിയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് എന്ന് പറയാനുള്ളത് വെച്ച് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു വീഡിയോ ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് റാഫിയാണ് എനിക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ അയച്ചത്. ഡൽഹി ബേസ്ഡ് ആയിട്ട് അയച്ചതെന്നാണ്. ആളുടെ നമ്പറെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. നിങ്ങൾ കയറി നോക്കാം. അപ്പോൾ അവൻ്റെ നിന്ന് പുതിയ പാർട്സും കിട്ടും, സെക്കൻഡ്സ് പാർട്സും കിട്ടും. അപ്പോൾ ജിപ്സിയുടെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും, ജിപ്സി മാത്രമല്ല അവനെ കൊണ്ട് പറ്റാവുന്ന വാഹനങ്ങളുടെ ഒരുവിധപ്പെട്ട പാർട്സൊക്കെ തപ്പിത്തരാൻ അവനെ ഒപ്പിച്ച് തരും. അപ്പോൾ നിങ്ങളെന്തായാലും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. നേരെ എന്താണ് ഈ ടോയുടെ കാണിച്ചു തരുന്നതെന്നുള്ളത് ആലോചിക്കുന്നുണ്ടാവും. ഇതെൻ്റെ മകളുടെ ടോയാണ്. ബൈബയുടെ കാറ്റർപില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ സാധനം എന്ന് പറയാൻ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഈ ചാക്കിലായിരുന്നില്ല വന്നത്, വേറെ ചാക്കിലായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇന്നത്തെ എൻ്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഇത് പൊന്തിക്കാൻ എനിക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് നൈസായിട്ട് ഇതിലെടുത്തിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗമായിട്ട് ടവേരയുടെ പവർ സ്റ്റിയറിംഗ് കിറ്റിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒരു അൺബോക്സിംഗ് എന്നുള്ള രീതിക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം സെക്കൻഡ്സ് പാർട്സാണ്. നമുക്ക് ഇനി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വന്നത് ഈ കവറിലൊന്നല്ല, ഇതെൻ്റെ ഫാദർ റിസീവ് ചെയ്തിട്ട് ഇതിനൊരു നല്ല കവറിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു കിറ്റിലുള്ളത്. ഈ കിറ്റിലുള്ള തന്നെ ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. 3 ഹോസ് വന്നിട്ടുണ്ട്, ഒരു എക്സ്റ്റൻഡ് റോഡ് വന്നിട്ടുണ്ട്, 2 ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഹോസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ ഒരു ഓയിൽ റിസർവോയർ ഉണ്ട്, പിന്നെ ഒരു ബ്രാക്കറ്റും അതുപോലെ തന്നെ ഒരു പമ്പ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ബോക്സ് ഉണ്ട്, ആം ഉണ്ട്, അഡാപ്റ്റർ പ്ലേറ്റ് ഉണ്ട്, അതുപോലെ എൻജിൻ പുള്ളി ഉണ്ട്. ഇനി ഇതിനെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എൻജിനുമെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ നോർമൽ ജിപ്സിയുടെ എൻജിൻ പുള്ളി എടുത്തതിന് ശേഷം ഈ എൻജിൻ പുള്ളിയാണ് വെക്കേണ്ടത്. ജിപ്സിയുടെ എൻജിൻ പുള്ളിയിൽ ഇതാ നോർമലായിട്ട് ഒരു ബെൽറ്റ് ഇടാനുള്ള ഒരു ഓപ്ഷനേ ഇതിൽ വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് 2 ബെൽറ്റ് ഇടാളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എൻജിനിലേക്കുള്ള മൗണ്ടാണ്. അതായത് പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ് കണക്ട് ചെയ്യുന്ന മൗണ്ടാണ്. ഇത് എസ്റ്റീവിൻ്റെ ആണ് വരുന്നത്. ഇതാ ഇതിൽ ഈ പോർഷനിൽ ഈ പമ്പ് നമുക്ക് ഇങ്ങ് ഊരിയെടുക്കാൻ പറ്റും. ഇത് മാത്രമാണ് ഇതിൻ്റെ ബ്രാക്കറ്റ് വരുന്നത്. ഇതാ ഇത്ര പോർഷനാണ് ഇതിൻ്റെ ബ്രാക്കറ്റ് വരുന്നത്. ഇത് ഡയറക്റ്റ് ഫിറ്റാണ് എഞ്ചിനിലേക്ക്. നമുക്കിവിടെ മോഡിഫൈ ചെയ്യേണ്ട ഒരാവശ്യങ്ങളും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ പുള്ളി ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണലായിട്ട് ഒരു ബാരിങ്ങും അതുപോലെ ഒരു വീലും കൂടി വരുന്നുണ്ട്. അത് പിന്നീട് കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പമ്പ് വരുന്നത്. ഇതാണ് അടുത്ത എൻജിനിലേക്കുള്ള ഭാഗം വരുന്നത്. ഇനി വെക്കാനുള്ള അടുത്ത പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റർ പ്ലേറ്റ് ആണ്. ഇതാണ് ജിപ്സിക്ക് നമ്മൾ ആൾട്ടർ ചെയ്യാൻ പോകുന്ന അഡാപ്റ്റർ പ്ലേറ്റ്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയാൻ നമ്മൾ വണ്ടിയിൽ വെക്കുന്ന സമയത്ത് ചേസിലേക്ക് വേറെ ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ ഹോളുകൾ ഡയറക്റ്റായിട്ട് ചേസിലേക്ക് ഹോൾ അടിക്കാതെ നമുക്കിത് വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രധാന ഭാഗം എന്ന് പറയാൻ ഓയിൽ റിസർവോയറാണ്. ഓയിൽ റിസർവോയറിൻ്റെ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യേണ്ട. ഇത് ഇൻഡിക്ക അതുപോലെ ടാറ്റയുടെ പല വണ്ടിക്കും വരുന്ന ഓയിൽ റിസർവോയറാണ്. ഇതിൻ്റെ എൻഡ് ഭാഗം നമുക്ക് ഈ 2 ഇതും ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്ന് വെക്കാനുള്ളത്. ഒരു ഹോസ് ഇതാണ്, മറ്റൊന്ന് അതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഈ ഒരു ചെറിയ ഹോസ് റിസർവോയറിൽ നിന്ന് ഡയറക്റ്റായിട്ട് പമ്പിലേക്ക്, അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്കിത് കൊടുക്കാനുള്ളത്. ഈ ഒരു ഹോസ് വരുന്നത് പറയാൻ ഇന്നാണ്. അതായത് നേരെ ഈ ഒരു റിസർവോയറിൽ നിന്ന് പമ്പിലേക്ക് പോകുന്ന ഇന്നാണ്. അപ്പോൾ ഇത് എപ്പോഴും മുകളിലും ഇത് താഴെയായിട്ട് വരണം. ഇത് കറക്റ്റായിട്ട് ഫ്രീ ഫ്ലോ ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഈ പമ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം ഈ ഹോസിൽ 2 തരം ഹോസ് ഉണ്ടാവുക. ഒരു സൈഡ് ഇതേപോലെ ക്രിമ്പ് ചെയ്തൊരു ഹോസും ഉണ്ടാവും, അതുപോലെ മറ്റൊരു ഹോസിന് 2 സൈഡും ക്രിമ്പ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഈ ഒരു ഹോസ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഹോസ് നമ്മളുടെ പവർ സ്റ്റിയറിംഗ് ബോക്സിലേക്ക് പോകും. അവിടുന്ന് നേരെ ഒരു ഹോസ് റിട്ടേൺ വരും. അപ്പോൾ റിട്ടേൺ ഹോസാണ് ഇത്. അതുപോലെ മെയിൻ ഹോസാണ് അത്. മെയിൻ ഹോസിൻ്റെ 2 തലയും ക്രിമ്പ് ചെയ്യാൻ കാരണം ഈ പവർ സ്റ്റിയറിംഗ് പമ്പിലേക്ക് കയറുന്നത് വരേക്കും ഈ സാധനത്തിന് ഓയിലിന് വലിയ പ്രഷർ ഉണ്ടായിരിക്കില്ല. ഇതിൽ നിന്ന് പമ്പ് ചെയ്യുന്ന മുറയ്ക്ക്
ഇത് ഓയിൽ നല്ല പ്രഷർ കൂടി നേരെ അതിലേക്ക് പോകും. അതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും അത്രയ്ക്ക് വലിയ പ്രഷർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വൺ സൈഡ് മാത്രം ക്രിമ്പ് ചെയ്തിട്ട് ഒരു സൈഡ് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ഫിറ്റാക്കുന്നത്. കാരണം ഇവിടേക്ക് ഇതിൻ്റെ പ്രഷർ വരുന്ന ആവശ്യം വരുന്നില്ല. അടുത്തത് 2 ഹോസ് ക്ലിപ്പാണ്. ഈ 2 ഹോസ് ക്ലിപ്പ് ഈ ഒരു ഇതിനായിട്ട് വരുന്നതാണ്. ഇനി അടുത്തൊന്ന് എക്സ്റ്റൻഡറാണ്, അല്ലെങ്കിൽ ഒരു റോഡ് എക്സ്ട്രാണ്. ഈ റോഡിൻ്റെ റീസൺ ഞാൻ ഈ ബോക്സ് കാണിച്ചു തരാം. പിന്നെ ഇതിലടുത്ത് വരുന്ന പ്രധാന ഭാഗം എന്ന് പറയാൻ ഇതാ ഒരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് നമ്മളുടെ ഈ എൻജിൻ പുള്ളിയും ഇതും കൂടി കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇത് പവർ സ്റ്റിയറിങ്ങിന് മാത്രമുള്ള ബെൽറ്റാണ്. ഇനി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബ്രാക്കറ്റ് വരുന്ന സമയത്ത് ഇതിലുള്ള മെച്ചം എന്ന് പറയാൻ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്, അതുപോലെ തന്നെ ഇവിടെ ഈ പോർഷൻ വരുന്നത് ഇതിൻ്റെ AC ബ്രാക്കറ്റിനുള്ളതാണ്. അപ്പോൾ AC വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ബെൽറ്റ് മാത്രം ഒന്ന് ആൾട്ടർ ചെയ്താൽ മതി. ഇതിലേക്ക് ഡയറക്റ്റ് ഫിറ്റ് ആവുന്ന കംപ്രസർ കിട്ടും. ആ ഒരു കംപ്രസർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അധികം റിസ്ക് ഇല്ലാത്ത രീതിക്ക് AC ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു ബ്രാക്കറ്റും കൂടി നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. പവർ സ്റ്റിയറിങ്ങിന് മാത്രം വരുന്ന ബ്രാക്കറ്റും ഉണ്ട്, ഇൻക്ലൂഡിങ് ACയും കൂടി ചേർത്ത് വരുന്നതുകൊണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കിയെടുക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി അടുത്ത പ്രധാന ഐറ്റം ഇതാണ് ടവേരയുടെ പവർ സ്റ്റിയറിംഗ് ബോക്സ്. അപ്പോൾ ഈ ബോക്സിലാണ് വണ്ടിയുടെ ടേണിങ്, അതുപോലെ തന്നെ നമ്മളെ സ്റ്റിയറിങ്ങിൻ്റെ സ്മൂത്ത്നെസ്, എല്ലാ സംഭവങ്ങളും വരുന്നത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഒന്ന് നോക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയാൻ ഇതിൻ്റെ ആമാണ്. ഈ ആമിന് കോയോയുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആം വെച്ചിട്ട് ഒരു ചെറിയൊരു രീതിക്കുള്ള ഒരു ഡൗൺ അലൈൻമെൻറ്റ് വരുന്നിട്ടുണ്ട്. അതിന് എന്താ പ്രോപ്പറായിട്ട് എനിക്ക് പറയാനറിയില്ല. അത് കണ്ടോ, ഈ പമ്പിൽ കണക്ട് ചെയ്താൽ ഇത് ഭാഗം നേരെ ഇരിക്കും. ഇവിടെ നിന്നൊരു ചെരിവ് വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചെരിവ് തന്നെ നമ്മളുടെ ജിപ്സിനെ അത്യാവശ്യം നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ടേണിങ്ങിൽ ഒന്നും കൂടി സ്മൂത്ത് ആവാനാണ് ഇത് ചാൻസ് ഉള്ളത്. കാരണം എൻ്റെ വണ്ടി 2 ഇഞ്ച് ഷാക്കിളും അതുപോലെ തന്നെ 2 ഇഞ്ച് ബോഡി ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നോക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ ചേസിലേക്ക് വരുന്ന ഭാഗം. ഈ ചേസിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതാ നമ്മളുടെ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് 2 ബോൾട്ട് ഇവിടെയും 1 ബോൾട്ട് ഇവിടെയും. ഈ ബോൾട്ട് ഡയറക്റ്റ് ചേസിലൂടെ നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ ഈ ഒരു ഹോളും ഡയറക്റ്റ് ചേസിലൂടെ ഇടാൻ പറ്റും. ഇതും അങ്ങനെ ഈ 3 ഹോളാണ് ചേസിലേക്ക് വരുന്ന ഭാഗം. അതുപോലെ ഈ ഭാഗങ്ങൾ നമ്മൾ എക്സ്ട്രാ ഹോൾ അടിക്കാതൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അഡാപ്റ്റർ പ്ലേറ്റ് വെക്കുന്നത്. ഇതിന് ചെറിയ ഡിഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ബെനിഫിറ്റും ഉണ്ട്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഊരി ഒഴിവാക്കി സ്റ്റോക്കാക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും പവർ സ്റ്റിയറിംഗ് വെച്ചാൽ നമ്മൾ സ്റ്റോക്കാക്കാൻ പോകുന്നില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ചേസ് ഡ്രില്ല് ചെയ്യണോ ഇത് വെക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇങ്ങനെയാണ് ഇതിലേക്ക് വെക്കുക. ഇതേപോലെ ഇവിടെ നിന്ന് ബോൾട്ട് ചെയ്യും. അതിനുശേഷം ഇത് സെക്യൂർ ആയതിനു ശേഷം ഈ പോർഷൻ നേരെ എടുത്തിട്ട് നമ്മുടെ ജിപ്സിയുടെ ചേസിലേക്ക് വെക്കും. ഇനി ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇന്ന് ഔട്ട്, ഇതിൽ ഇന്ന് ഔട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ഇന്നും ഇത് ഔട്ടുമാണ്. നോർമൽ കോയോയുടെ പമ്പ് വരുമ്പോൾ കോയോയുടെ ബോക്സ് വരുമ്പോൾ നേരെ ഇവിടെയാണ് ഇതിൻ്റെ ഈ ഓയിലിൻ്റെ ഇന്നും ഔട്ടും വരുന്നത്. ഇത് കുറച്ചുകൂടി പിന്നിലേക്കായിട്ടുണ്ട്. ഇത് എൻ്റെ വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ബെനിഫിറ്റാണ്. കാരണം എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ടേണിങ്ങും അതുപോലെ തന്നെ ഓയിൽ പമ്പിൻ്റെ ഒക്കെ കുറച്ച് കോംപ്ലിക്കേഷനാണ്. ഒന്നാമത് ഡീസൽ വണ്ടിയാണ്. പിന്നെ എൻ്റെ കുത്തിക്കഴപ്പ് സ്വഭാവങ്ങൾ വെച്ചിട്ടും ഇത് കുറച്ചതാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാഞ്ചോ വാഷറുകൾ, അതുപോലെ തന്നെ ബാഞ്ചോ ബോൾട്ട്, അതുപോലെ ഒരു എക്സ്റ്റൻഡർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്റ്റൻഡർ ഉള്ളത് ഒന്ന് ഹൈറ്റ് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ബോക്സിൽ വരുന്നത്. ഇത് വെക്കുന്നതിനനുസരിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് എക്സ്റ്റൻഡർ റോഡാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ ഫിറ്റ് ചെയ്യാല. ഇത് ഒമിനി, സെന്ന് ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് വരുന്നതാണ്. അതിലെ ഈ ഒരു പോർഷൻ, ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് ഇവിടേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇതിവിടേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ക്യാമറയും അതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഇവിടേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ആക്ഷൻ ഇവിടെ കിട്ടും. അപ്പോൾ വണ്ടീൻ്റെ സ്റ്റിയറിങ് നമുക്കൊന്നും കൂടി സ്മൂത്ത് ആവും. അതിനെക്കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ ജിപ്സിക്ക് ഈ പോർഷനിൽ വന്നിട്ട് ഒരു റബ്ബർ റൗണ്ടാണ് വരുന്നത്, സ്റ്റോക്ക് വണ്ടിക്ക് വരിക. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് റോഡ് ഭയങ്കര സ്മൂത്തായിരിക്കും. കണ്ടോ, നമ്മൾ ഏത് രീതിക്ക് വന്നാലും
നമുക്ക് ഇവിടം വെച്ചിട്ട് ഇതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നല്ല ബെനിഫിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റോഡോടി എക്സ്ട്രാ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓവറായി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് ടവേരയുടെ ഒരു പവർ സ്റ്റിയറിംഗ് കിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റാണ്. ഇത് ജിപ്സിക്ക് വേണ്ടിയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് കിറ്റാണ്. ജിപ്സിക്ക് ആൾട്ടർ ചെയ്യുന്ന 2 പവർ സ്റ്റിയറിംഗ് ബോക്സുകളിൽ ഒന്നാണ് ടവേര, മറ്റൊന്ന് കോയോ ആണ്. ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൽ ചെയ്യാറുള്ളത്. ഇനി കോയോ ആണെങ്കിലും ടവേര ആണെങ്കിലും ഈ പവർ സ്റ്റിയറിംഗിൻ്റെ ബാക്കി കാണിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരേപോലെ തന്നെയാണ്, ബോക്സ് ഒഴിച്ച്. ഈ 2 പവർ സ്റ്റിയറിംഗ് കിറ്റിലും ആകെ വ്യത്യാസം വരിക ഈ ബോക്സ് മാത്രമാണ്. ടവേരയുടെ ആകുമ്പോൾ ടവേരയുടെ ബോക്സും ടവേരയുടെ ആമും ആയിരിക്കും. കോയോ ആകുമ്പോൾ കോയോയുടെ ബോക്സും കോയോയുടെ ആമും ആയിരിക്കും. ഈ 2 ഡിഫറൻസ് ആണ് പ്രധാനമായിട്ട് വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെയാണ് വരിക. അഡാപ്റ്റർ പ്ലേറ്റ്, ഹോസ്, ഓയിൽ റിസർവോയർ, പമ്പ്, ബ്രാക്കറ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ് വരിക. പിന്നെ ഇനി ഇത് വാങ്ങാൻ വേണ്ട ആളുടെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കാം, വിത്ത് ഫോട്ടോ സഹിതം ഞാൻ കൊടുക്കാം. നിങ്ങൾ ആളായിട്ട് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യാം. ആളതിൽ പുതിയതും കിട്ടും, സെക്കൻഡ്സും കിട്ടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വാങ്ങുക. ഞാൻ ഇതിൽ ഒന്നും ഏൽക്കുന്നതല്ല. ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ ഡീലിങ്സും പക്കയായിരുന്നു. പെർഫെക്റ്റ് ടൈമിൽ എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആൾ ഫ്രോഡൊന്നുമല്ല. പിന്നെ ആളെനിക്ക് അത്യാവശ്യം കുറച്ചായിട്ട് അറിയാം. ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ വാങ്ങുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനിത് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിൽ ആൾറെഡി കോയോയുടെ പവർ സ്റ്റിയറിംഗ് ആണ് ഇരിക്കുന്നത്. അത് മാറ്റി ടവേരയുടെ വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും ബൈ.